ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെയും രണ്ടാം പിണറായി സർക്കാരിനെയും ഏറെ പ്രതിക്കൂട്ടിലാക്കിയ ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ വഴിവെച്ച ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ആ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലേക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രിയായി എത്തിയതിനു ശേഷം ആദ്യ ഉന്നതതല യോഗം പോലീസ് ആസ്ഥാനത്ത് വെച്ച് നടക്കുന്നത്. ഒരുപക്ഷെ ഈ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ, അല്ലെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ ഏറ്റവും ആദ്യം അദ്ദേഹം നടപ്പിലാക്കിയ ഒരു തീരുമാനം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി മുൻ ഫയർഫോഴ്സ് മേധാവി കൂടിയായ എ ഹേമചന്ദ്രനെ നിയമിച്ചു എന്നുള്ളതാണ്. UDF സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരുമായൊക്കെ അന്ന് വളരെ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എ ഹേമചന്ദ്രൻ. അദ്ദേഹത്തെ തന്നെ പോലീസ് ഉപദേഷ്ടാവായി നിയമിച്ചതിലൂടെ നയപരമായ കാര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിക്ക് കൃത്യമായ അഡ്വൈസ് നൽകുക എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ മുഖം മിനുക്കൽ ഏത് തരത്തിലാകണം, ക്രമസമാധാന ചുമതലയിലടക്കം നിർണായകമായ ചില അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ മാറ്റിയേക്കും. ഇന്റലിജൻസ് തലപ്പത്ത് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതോടൊപ്പം വിജിലൻസ് തലപ്പത്തും അത്തരത്തിൽ അങ്ങനെ മാറ്റം വന്നാൽ വിജിലൻസ് തലപ്പത്തും ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം. അങ്ങനെ ഈ പ്രധാനപ്പെട്ട സുപ്രധാന തസ്തികകളിലൊക്കെ ആരെ നിയമിക്കണം എന്ന കാര്യത്തിലൊക്കെ വിശദമായ ചർച്ചകൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് ഉന്നതതല യോഗം ചേരുന്നത്. 45 മിനിറ്റ് ആയിരിക്കാം ഈ യോഗം നടക്കുകയെന്നാണ് വിവരം. അതിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. സർക്കാരിന്റെ പോലീസ് നയമടക്കം അദ്ദേഹം വിശദീകരിക്കാനാണ് സാധ്യത. എടുത്തു പറയേണ്ട കാര്യം, LDF സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ വലിയ തരത്തിൽ കടന്നാക്രമിച്ചിരുന്ന ഒരു പോലീസ് ശൈലി ഉണ്ടായിരുന്നു. അതിൽ കടുത്ത അമർഷം തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയായിരുന്നു ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഗൺമാൻമാരായിരുന്ന 2 പേർ നടത്തിയ അതിക്രമം. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. 2 ആഴ്ചയ്ക്കകം അടിയന്തരമായ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് അവർ കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സന്ദീപിനും അനിൽകുമാറിനുമെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടായേക്കും. ആ സംഭവത്തിൽ ഉൾപ്പെട്ട 4 പേർക്കെതിരെയും നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിന് ശേഷം പോലീസിനെ ഏത് തരത്തിൽ മുഖം ഇരിക്കാനുള്ള നടപടികൾക്കാണ് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായ തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത കൈവരും. ഒരു അരമണിക്കൂറിനകം ആഭ്യന്തരമന്ത്രി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും. അവിടെ ഇതായി ഡാൻ സൂചിപ്പിച്ച പോലെ, അതായത് ഈ ആലപ്പുഴയിലെ മർദ്ദന സംഭവത്തിൽ തന്നെ പുനരന്വേഷണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ, ജയ്ഹിന്ദ് ചാനലിലെ മാധ്യമപ്രവർത്തകനിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ ഈ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ പക്കലാണ്. അതോടൊപ്പം കോടതിയിലടക്കം വിചിത്രമായ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഇതിന് തെളിവില്ല, ദൃശ്യങ്ങളില്ല, കേരളം മുഴുവൻ കണ്ട ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനം ആ നിലയിൽ മാറിപ്പോയി. ചില വിഷയങ്ങളിലെങ്കിലും, പൂർണ്ണമായുമല്ല, പലപ്പോഴും കയ്യടി നൽകേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സേനയുടെ ഭാഗമാണ്. പക്ഷേ കേരളം മുഴുവൻ കണ്ട ദൃശ്യമാണ് എങ്ങനെയാണ് പോലീസിൻ്റെ അതിക്രമം ഈ AD തോമസിന് നേരിട്ടത്, AD തോമസ് ഉൾപ്പെടെയുള്ള നേരിട്ടത് എന്നത്. പക്ഷേ അതിന് ദൃശ്യങ്ങളില്ല എന്ന് കോടതിയിൽ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് വിചിത്രമായി മാറുന്നത്. ഇപ്പോഴിതാ ഡാൻ തന്നെ സൂചിപ്പിച്ചു, അത് ഷൗക്കത്ത് അലി എന്ന ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കുമ്പോൾ TP വധക്കേസ് അടക്കം അന്വേഷിച്ച് കൃത്യമായി പ്രതികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരടക്കം പിന്നീട് ഒതുങ്ങിപ്പോകുന്നു, അവരെ ഒതുക്കുന്നു എന്നൊക്കെയുള്ള സാഹചര്യം, അതൊക്കെ നമുക്ക് അവരുടെ സർവീസ് ഹിസ്റ്ററിയും പിന്നീടുള്ള ഗ്രോത്തുമൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നതൊരു പൊതുവികാരമായി മാറി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇതാ ഇന്ന് തന്നെ AD തോമസിൻ്റെയും ഒപ്പം മർദ്ദനമേറ്റ ആളിൻ്റെ, യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പോലീസ് സേനയിൽ ഒരു വലിയ അഴിച്ചുപണിക്കുള്ള സാധ്യതയും മുന്നിലുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടലുകൾ നടത്തുന്നു. എതിർ രാഷ്ട്രീയ ചേരികളിൽ ഉള്ളവരെ, അല്ലെങ്കിൽ തങ്ങൾക്ക് അനുഭവം ഉള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി എതിർ രാഷ്ട്രീയ ചേരികളിൽ ഉള്ളവരെ കാരണമില്ലാതെ അകാരണമായി അതിക്രമിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് തുടർച്ചയായി ഈ ഇടത് സർക്കാരിൻ്റെ അവസാന കാലത്ത് സംസ്ഥാനത്ത് ഉടനീളം, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല മേഖലകളിൽ നിന്ന് ഉയർന്നു കേട്ട ഒരു പരാതി അതായിരുന്നു. അതിനൊരു
പരിഹാരം കാണുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം സേനയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഒരുപാട് ക്രമസമാധാന ചുമതലയിൽ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി അവരെ അപ്രധാനമായ വകുപ്പുകളിലേക്ക് മാറ്റുകയും പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമനം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇനി അനുവദിച്ചുകൂടാ. സേനയുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ആവശ്യമാണ് സേനയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. അതോടൊപ്പം ഈ സംസ്ഥാനത്ത് 3.5 കോടി ജനങ്ങളുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം അതിൻ്റെ എത്രയോ ശതമാനത്തിൽ ഗണ്യമായ കുറവാണ്. അതായത് ഏതാണ്ട് ഒരു 47,000-നും 55,000-നും ഇടയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ആകെയുള്ളത്. ഇവർക്ക് എങ്ങനെ ഇത്രയും അംഗങ്ങളെ വെച്ചുകൊണ്ട് അംഗബലം ഉയർത്താതെ എങ്ങനെ സുതാര്യമായി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നൊരു ആശങ്ക കൂടിയുണ്ട്. അവിടെയാണ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉദ്യോഗസ്ഥർ മുമ്പോട്ട് വെക്കുന്നത്. അവിടെ ഏത് തരത്തിലുള്ള നയപരമായ ഞാനൊന്ന് ഇടപെടുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. ഈ ഡാൻ സൂചിപ്പിച്ച ഒരു കാര്യം എന്നത് തന്നെ ഈ ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് അതുണ്ടാക്കുന്ന ജോലി സമ്മർദ്ദം എന്നതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ 10 വർഷത്തിനിടെ 138 പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൻ്റെ കണക്കുകളടക്കം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഡാൻ, പലപ്പോഴും നമ്മളെപ്പോഴും ഈ പോലീസുകാരുടെ വീഴ്ച പോരായ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരില്ല. അവർ നേരിടുന്ന സമ്മർദ്ദമുണ്ട്, ഒപ്പം അവർ ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ പോലും പല വാർത്തകൾ നമ്മൾ പുറത്തു വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരും ഈ തട്ടിപ്പുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മോഷണക്കേസിൽ പോലും പ്രതിയാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച്, മാമ്പഴം പോലും മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കേരളത്തിൽ എന്നുള്ളതാണ്. അതൊക്കെ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളും വൈകല്യങ്ങളും കൂടിയാണ്. അപ്പോൾ കാലാനുസൃതമായി ഇവർക്ക് മാറ്റങ്ങളും പരിശീലനങ്ങളും ഒക്കെ നൽകേണ്ടതുണ്ട്, ആത്മവീര്യം നൽകേണ്ടതുണ്ട്. ഒപ്പം ചില സ്ക്വാഡുകളെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം പ്രഖ്യാപിച്ചത് സിംഗപ്പെണ്ണ് എന്ന തരത്തിൽ, അതായത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ്. അവിടെ മദ്യവും മയക്കുമരുന്നും അങ്ങേയറ്റം വ്യാപകമാണ്. കേരളത്തിലും സമാനമായ സാഹചര്യമാണ്. അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നു എന്നറിയില്ല. പക്ഷെ വ്യാപകമായി യുവതലമുറ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുമ്പോൾ അത് തടയേണ്ട പശ്ചാത്തലമുണ്ട്. ഒപ്പം പട്ടാപ്പകൽ പോലും നടുറോട്ടിൽ ഗുണ്ടകൾ വെട്ടിച്ചാവുന്ന സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. നടുറോട്ടിൽ വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ഒരാളെ വെട്ടിനുറുക്കി കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ എല്ലാം ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുമാകില്ലല്ലോ ഡാൻ. ഇതിലൊക്കെ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഒറ്റ ദിവസം കൊണ്ടോ ഒരു ഉന്നതതല യോഗം കൊണ്ടോ സേനയെ മുഴുവൻ ഉടച്ചു വാർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുള്ള കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഇടപെടൽ, അത് നിരന്തരമായ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സേനയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പുഴുക്കുത്തുകളെ പൂർണ്ണമായി എടുത്തു മാറ്റാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ആ സേനയുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള പ്രായോഗികമായ നടപടികൾ, സേനയുടെ അംഗബലം കൃത്യമായി ഉയർത്തുന്ന തരത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ അപ്പുറത്തേക്ക് നീതിയുക്തമായി അവർക്ക് നീതി നടപ്പിലാക്കാൻ അവസരമൊരുക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായി ഭരണതലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഉറപ്പ് വേണമെന്ന കാര്യമായിരിക്കും യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അടുക്കൽ ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായി ഉദ്യോഗസ്ഥരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശൈലി, അതായത് നടപടിയെടുക്കുന്ന നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ കൂട്ടമായി എത്തി അസഭ്യം പറയുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം തിരുവനന്തപുരത്തടക്കം നമ്മൾ കണ്ടതാണ്. അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടികൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പമാണ് അങ്ങനെ സേന മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അനുഭാവപൂർവ്വം പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ ഒരു മുഖമായ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കൃത്യമായ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലുകൾ അത് തിരിച്ചും ഉറപ്പ് കൊടുക്കേണ്ടത് സേനയ്ക്ക് അനിവാര്യതയായി മാറും. അവിടെയാണ് ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ മണൽക്കടത്ത് മാഫിയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് കൂടിയത് വിരൽ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയതാണ് ഓപ്പറേഷൻ കുബേര ഉൾപ്പെടെയുള്ള ഈ മാഫിയകൾക്കെതിരായ നീക്കം. അത് ശക്തമായി തന്നെ പുനരാലോചിക്കാൻ, അല്ലെങ്കിൽ അത് വീണ്ടും അത്തരത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഈ അമിത പലിശക്കാർക്കും ബ്ലേഡ് മാഫിയക്കെതിരെയൊക്കെയുള്ള ഒരു വലിയൊരു മൂവ്മെന്റായി മാറും. അതിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ പെട്ടെന്നുണ്ടാകും എന്നതാണ് ഇനി അറിയാനുള്ളത്.